ശ്രീ ജോർജ് പൊടിപാറ, ഇപ്പോൾ BJP-യിൽ ഒരു പ്രശ്നവുമില്ല എന്നാണ് ഇപ്പോൾ കെ സുരേന്ദ്രൻ പറഞ്ഞത്. ചവറു വാർത്തകൾ എന്നതാണ് ഇപ്പോൾ നടക്കുന്ന പ്രതികരണങ്ങളോട് അദ്ദേഹം അസ്വസ്ഥനായി തന്നെ പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലത്തെ വാർത്താ സമ്മേളനം, ഇന്ന് ഈ നേതൃയോഗത്തിലേക്ക് പോയപ്പോൾ ഉള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം, എങ്ങനെയാണ് താങ്കൾ ഇതിനെ കാണുന്നത്? ഒരു നേതൃമാറ്റത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമോ? ഇന്നത്തെ യോഗത്തിൽ ഇപ്പോൾ PK കൃഷ്ണദാസും MT രമേശും N രാധാകൃഷ്ണനൊന്നും പങ്കെടുത്തിട്ടില്ല. കാരണം അവർ പങ്കെടുക്കേണ്ട യോഗമല്ല. 14 നേതാക്കളെങ്കിലും മാറി നിന്നിട്ടുണ്ട്. അത് ഈ എതിർപ്പ് കൊണ്ടുള്ള മാറി നിൽക്കലല്ല. ഇന്ന് നടന്നിരിക്കുന്നത് ഒരു ശില്പശാലയാണ്, സംസ്ഥാന ഭാരവാഹികളുടെ ശില്പശാലയാണ് എന്നതാണ് ഔദ്യോഗികമായ വിശദീകരണം. അങ്ങനെ ഒരു ശില്പശാലയിലേക്ക് എല്ലാ നേതാക്കളും വരേണ്ടതില്ല എന്നും. എങ്ങനെയാണ് ശ്രീ ജോർജ് പൊടിപാറ, താങ്കൾക്ക് ലഭിച്ചിരിക്കുന്ന സൂചനകൾ എന്താണ്? BJP-യിൽ എന്താണ് സംഭവിക്കുന്നത്? സ്മൃതി, BJP-യിൽ കാര്യമായിട്ട് പലതും സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി കെ സുരേന്ദ്രൻ അത് മാധ്യമങ്ങളുടെ ചവറ് വാർത്തയാണെന്നൊക്കെ പറഞ്ഞാലും അതൊന്നും മുഖവിലയ്ക്ക് എടുക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ ഇന്നത്തെ പത്രസമ്മേളനവും ഒക്കെ അദ്ദേഹത്തിനെതിരെ ഉയർന്ന ആരോപണങ്ങൾ, പാലക്കാട് BJP-ക്ക് ഗണ്യമായ രീതിയിൽ വോട്ട് ചോർന്നത്, അദ്ദേഹത്തിൻ്റെ നോമിനി എന്ന് തന്നെ എല്ലാവരും വിശ്വസിക്കുന്ന കൃഷ്ണകുമാർ അവിടെ ദയനീയമായി പരാജയപ്പെട്ടത്, ഇതിനെയൊക്കെ ന്യായീകരിക്കാനുള്ള അദ്ദേഹത്തിൻ്റെ വൃഥാശ്രമം മാത്രമാണ്. അദ്ദേഹം ഇന്നലെ പറഞ്ഞ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. എല്ലാ വ്യവസ്ഥാപിത രീതികളും കൃത്യമായി പാലിച്ചുകൊണ്ട് എല്ലാവരുമായി ആലോചിച്ച് കുമ്മനം രാജശേഖരൻ എന്ന് പറയുന്ന മുതിർന്ന നേതാവ് പാലക്കാട് വന്ന് എല്ലാ നേതാക്കളുമായിട്ട്, അവിടെയുള്ള നഗരസഭയിലെ ബന്ധപ്പെട്ടവരുമായിട്ട് അല്ലാത്തവരുമായിട്ട്, പാർട്ടിയുടെയും അതുപോലെ തന്നെ പല തലത്തിലും പാർട്ടി നേതൃത്വം വഹിക്കുന്നവരുമായി ചർച്ച ചെയ്ത ശേഷം 3 പേരുകൾ നൽകുകയാണ്. ആ 3 പേരുകളിൽ 2 പേർ മത്സരിക്കാൻ, ആ 3 പേരുകൾ കേന്ദ്ര നേതൃത്വത്തിന് സമർപ്പിക്കുമ്പോൾ അതിൽ 2 പേർ മത്സരിക്കാൻ തയ്യാറല്ല, അവർക്ക് താല്പര്യമില്ലെന്ന് അറിയിച്ച കാര്യം അദ്ദേഹം സ്പെഷ്യൽ നോട്ടായിട്ട് അതിനോടൊപ്പം ഉൾപ്പെടുത്തിയെന്ന് പറയുന്നു. 3ാമത്തെ ആൾക്കും മത്സരിക്കാൻ യാതൊരു താല്പര്യമില്ലായിരുന്നു, എങ്കിലും അദ്ദേഹം മത്സരിച്ചു. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ 3 പേരും മത്സരിക്കാൻ താല്പര്യമില്ലാത്തവരാണെങ്കിൽ ഒരാളുടെ കാര്യത്തിൽ മാത്രം ഈ നോട്ട് കൊടുത്തപ്പോൾ ഉൾപ്പെടുത്താതിരുന്നത് എന്താ? മാത്രമല്ല, അതിനകത്ത് വാസ്തവമില്ല, അല്ലെങ്കിൽ അത് വിശ്വസിക്കാൻ കഴിയാത്തത് എന്താ? ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ സ്ഥാനാർത്ഥിയുടെ പേര് പുറത്തു വരുന്നതിന് മുമ്പ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ കൃഷ്ണകുമാർ എനിക്ക് മത്സരിക്കാൻ താല്പര്യമില്ല എന്ന് പൊതുവേദിയിൽ പറഞ്ഞിട്ടുണ്ടോ? ഏതെങ്കിലും ഘട്ടത്തിൽ? അങ്ങനെ അദ്ദേഹം പറയാത്തിടത്തോളം കാലം ഇപ്പോൾ ഈ കെ സുരേന്ദ്രൻ പറയുന്നത് എങ്ങനെയാണ് നമ്മൾ വിശ്വസിക്കുക? മാത്രമല്ല, ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും പലപ്പോഴും, അല്ലെങ്കിൽ ഈ 3 പേരുകൾ സമർപ്പിച്ചാലും ആ പേരുകളൊന്നും അല്ല പലപ്പോഴും സ്ഥാനാർത്ഥി പട്ടികയിൽ വരുന്നത്, അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിക്കപ്പെടുന്നത് എന്ന് ഇന്നലെ ഒരു മുൻ പ്രഭാരി പറയുന്നത് നമ്മൾ കേട്ടു. ഫലത്തിൽ ഇവിടെ എന്തോ നടന്നിട്ടുണ്ട്. മാത്രമല്ല, നമ്മൾ കൂട്ടി വായിക്കേണ്ടത് എന്താ? ഒന്ന്, ഇന്നലെ നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ പത്രങ്ങളോട് പറഞ്ഞത്. മറ്റൊന്ന്, ദേശീയ കൗൺസിൽ അംഗം N ശിവരാജൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ സംസാരിച്ചത്. എന്താ പ്രമീള ശശിധരൻ പറഞ്ഞത്? വളരെ വ്യക്തമല്ലേ? ഞങ്ങളെ കുറ്റാരോപിതരാക്കി ഈ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഞങ്ങളുടെ ചുമലിൽ കെട്ടിവെച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിന് പകരം ആരാണ് യഥാർത്ഥത്തിൽ ഇത് ക്ഷണിച്ചു വരുത്തിയത്, ഇങ്ങനെയൊരു പതനം അനിവാര്യമാക്കിയത് എന്നാണ് പരിശോധിക്കേണ്ടതെന്നാണ് അവർ പറഞ്ഞത്. ഞങ്ങൾ വളരെ മുമ്പേ തന്നെ പറഞ്ഞു, കൃഷ്ണകുമാർ തുടർച്ചയായി സ്ഥാനാർത്ഥിയാകുന്നത് ഞങ്ങൾക്കല്ല എതിർപ്പ്, മറിച്ച് ഞങ്ങൾ വീടുകൾ കയറുമ്പോൾ, ഞങ്ങൾ പ്രവർത്തകരെ കാണുമ്പോൾ, ഞങ്ങൾ സാധാരണ പൊതുജനങ്ങളെ കാണുമ്പോൾ എല്ലാം അവർ പറയുന്നത് നിങ്ങൾക്ക് ഈ ഒരു സ്ഥാനാർത്ഥി മാത്രമേ ഉള്ളൂ എപ്പോഴും എന്ന് ചോദിക്കുന്നു. ഇത് ഞങ്ങൾ കൃത്യമായി ഈ പേരുയർന്നു വന്നപ്പോൾ നേതൃത്വത്തെ അറിയിച്ചതാണ്. അദ്ദേഹത്തിന് വിജയസാധ്യതയില്ല, അദ്ദേഹം നിന്നാൽ വിജയസാധ്യത കുറയും എന്ന് ഞങ്ങൾ കൃത്യമായി പറഞ്ഞതാണ്, ചൂണ്ടിക്കാണിച്ചതാണ്, അറിയിച്ചതാണ്. കേന്ദ്ര നേതൃത്വത്തെ പോലും ഞങ്ങൾ അറിയിച്ചതാണ്. പക്ഷേ അതൊന്നും ആരും മുഖവിലയ്ക്കെടുത്തില്ല, ആരും അത് പരിഗണിച്ചില്ല, അംഗീകരിക്കപ്പെട്ടില്ല. അവസാനം ഞങ്ങൾ ആര് സ്ഥാനാർത്ഥിയാകുന്നതാണോ മോശം, അല്ലെങ്കിൽ അത് വിജയസാധ്യത കുറയ്ക്കുമെന്ന് പറഞ്ഞത് അതേ ആൾ തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുന്നു. എന്നിട്ട് വോട്ട് കുറഞ്ഞപ്പോൾ അതിന് ഞങ്ങളെങ്ങനെ ഉത്തരവാദിയാവും? മറ്റൊരു പോയിന്റ് അവർ പറഞ്ഞത്, നഗരസഭയുടെ കുഴപ്പം കൊണ്ടാണ്, അല്ലെങ്കിൽ നഗരസഭാ ഭരണത്തിലെ വീഴ്ച കൊണ്ടാണ് ഇവിടെ വോട്ട് കുറഞ്ഞത് എന്ന വാദത്തെയും അവർ ശക്തമായി ഖണ്ഡിക്കുന്നുണ്ട്. നഗരസഭ പ്രവർത്തിക്കുന്നത് നഗരസഭാധ്യക്ഷയുടെയോ നഗരസഭാ കൗൺസിലർമാരുടെയോ തീരുമാനത്തിനനുസരിച്ചല്ല, മറിച്ച് പാർട്ടിയുടെ ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും നൽകുന്ന മാർഗനിർദ്ദേശങ്ങൾക്കനുസരിച്ചാണ് നഗരസഭ പ്രവർത്തിക്കുന്നത്. നന്നായി വോട്ട് കുറഞ്ഞിട്ടുണ്ട്.
അവരുടെ വാർഡുകളിലെ ബൂത്തുകളിലൊക്കെ നന്നായി വോട്ട് കുറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും 18 കൗൺസിലർമാർ ഇപ്പോൾ സംശയത്തിന്റെ നിഴലിലാണ്. ഇന്നലെ പ്രമീള 18 കൗൺസിലർമാർ സംശയത്തിൻ്റെ നിഴലിൽ തന്നെയാണ്. ആ 18 കൗൺസിലർമാർ തന്നെയാണ് തുടക്കം മുതലേ ഈ പറഞ്ഞ കൃഷ്ണകുമാർ സ്ഥാനാർത്ഥിയാകുന്നതിനെ എതിർത്തതും ഈ ശോഭാ സുരേന്ദ്രൻ സ്ഥാനാർത്ഥിയാകണമെന്ന് വിചാരിച്ച് അവിടെ ഫ്ലക്സ് ബോർഡൊക്കെ ഉയർത്തിയതിൻ്റെയൊക്കെ പിന്നിൽ ഈ കൗൺസിലർമാർ തന്നെയാണ്. ഈ കൗൺസിലർമാർക്ക് അതൃപ്തിയുണ്ടെന്ന് ഇപ്പോൾ മാത്രമൊന്നുമല്ല, അവർ തുറന്നു പറയുന്നതിന് എത്രയോ മുമ്പ് തന്നെ അവിടെയുള്ള ആളുകൾക്ക് അറിയാമായിരുന്നു. അവിടുത്തെ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന മാധ്യമപ്രവർത്തകർക്കൊക്കെ കൃത്യമായിട്ട് അറിയാമായിരുന്നു. അവിടെ ഒരു വലിയ സംഘം, ഒരു കാലത്ത് കൃഷ്ണകുമാറിൻ്റെ വളരെ വിശ്വസ്തരായിരുന്നവരടക്കമുള്ള കൗൺസിലർമാർ കൃഷ്ണകുമാറിന് എതിരാണെന്നും കൃഷ്ണകുമാറിൻ്റെ സ്ഥാനാർത്ഥിത്വത്തെ അവർ മനസ്സുകൊണ്ട് അംഗീകരിക്കുന്നില്ലെന്നും വളരെ വ്യക്തമായിരുന്നു. അത് ഒരു ഘട്ടത്തിൽ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് വന്നതോടെ അത്തരം കാര്യങ്ങളൊക്കെ അവസാനിച്ചു. അവർക്കിടയിലുണ്ടായിരുന്ന ഭിന്നതകളെല്ലാം അവസാനിച്ചു. അവർ ആ ഒരൊറ്റ വിഷയത്തിൻ്റെ പേരിൽ എല്ലാ ഭിന്നതകളും മറന്ന്, എല്ലാ ചേരിതിരിവുകളും വേർതിരിവുകളും മറന്ന് ഒരു വലിയ കോസിന് വേണ്ടി സന്ദീപ് വാര്യർ ഉയർത്തിയ കൊടുങ്കാറ്റ് അവരുടെ മനസ്സിലൊരു സുനാമിയായി പടർന്നു. അവരങ്ങനെ പാർട്ടിക്ക് വേണ്ടി പൂർണ്ണ മനസ്സോടെ പ്രവർത്തിക്കാൻ അവരൊറ്റക്കെട്ടായി. അതിനുവേണ്ടി RSSൻ്റെ ഒരു വലിയ സ്ക്വാഡ് വർക്ക് നടന്നു. 20 വീടുകൾക്ക് ഒരു RSS പ്രവർത്തകൻ എന്നുള്ള നിലയിൽ വലിയ പ്രവർത്തനം നടന്നു. അത് നഗരസഭാ മേഖലയിൽ മാത്രമല്ല, കണ്ണാടിയിലും പിരായിരിയിലും മാത്തൂരിലും ഒക്കെ RSSൻ്റെ അതിശക്തമായ പ്രവർത്തനം നടന്നു എന്ന രീതിയിലൊക്കെ വാർത്തകൾ വന്നു. പക്ഷേ അതൊന്നുമല്ല സംഭവിച്ചത് എന്നിപ്പം നമുക്ക് മനസ്സിലായില്ലേ. ശക്തി കേന്ദ്രങ്ങളിൽ വല്ലാത്ത രീതിയിൽ വോട്ട് ചോർന്നു. പ്രമീള പറഞ്ഞൊരു വാചകം ഒന്ന് ഓർമ്മിച്ച് നോക്കുക. 1500ഓളം വോട്ടുകൾ നോട്ടയായി പോയി എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞതിനകത്തൊരു ഗുട്ടൻസ് ഇല്ലേ? കൃത്യമായിട്ടൊന്ന് ആലോചിച്ച് നോക്കുക. ഇനി കോൺഗ്രസ്സിന് വോട്ട് ചെയ്യാൻ മടിയുള്ള, എന്നാൽ കൃഷ്ണകുമാറിന് വോട്ട് ചെയ്യാൻ മനസ്സില്ലാത്ത BJP പ്രവർത്തകർ, BJP നേതാക്കൾ അടക്കമുള്ളവർ നോട്ടയ്ക്ക് കുത്തി കണക്ക് തീർത്തു എന്ന് വേണമെങ്കിൽ നമുക്ക് വിചാരിക്കാമല്ലോ. അല്ലാതെ വെറുതെ നോട്ടയെക്കുറിച്ച് പ്രമീള ശശിധരൻ പറയൂ. മാത്രമല്ല അവർ പറഞ്ഞു, ഞങ്ങളെ വേട്ടയാടാനാണ് ഉദ്ദേശമെങ്കിൽ ഞങ്ങൾ എന്താ പറയുക, കൂട്ടത്തോടെ രാജിവെക്കുന്നുള്ള ഭീഷണി മുഴക്കി. അതിനേക്കാൾ രൂക്ഷമായിട്ടല്ലേ N. ശിവരാജൻ പറഞ്ഞത്. നമ്മൾ കണ്ടില്ലേ, അന്ന് കൊട്ടിക്കലാശത്തിൻ്റെ അന്ന് വലിയ പൊക്കത്തിൽ ഉയർന്നുവന്ന് നൃത്തം ചെയ്ത ശിവരാജനാണ് തോറ്റു കഴിഞ്ഞപ്പോൾ പറയുന്നത്, കൃഷ്ണകുമാറിനെതിരെ അന്വേഷണം വേണം, കൃഷ്ണകുമാറിന് വോട്ട് കിട്ടില്ല എന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു, ഞങ്ങളല്ല തോൽപ്പിച്ചത്, കൃഷ്ണകുമാർ സ്വയം തോറ്റതാണ്, പാലക്കാട് നടന്നതൊന്നും അന്വേഷണം വേണമെന്നാണ് പറയുന്നത്. ഇതൊക്കെ എന്നിട്ട് ഈ സുരേന്ദ്രൻ പറയുന്നു അവിടെ ഒന്നും സംഭവിച്ചില്ല, അവിടെ യാതൊന്നും സംഭവിച്ചില്ല. സുരേന്ദ്രൻ വേണമെങ്കിൽ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാം. ഈ പാലക്കാട് വോട്ടിത്തിരി കുറഞ്ഞെങ്കിലും ചേലക്കരയിൽ ഞങ്ങൾ 10,000 വോട്ടുകൾ ഉയർത്തിയില്ല. അവിടെ ഇതിൻ്റെ പകുതി പ്രചാരണം നടത്തിയില്ലല്ലോ. ഇതിൻ്റെ പകുതി സാധ്യത പോലും കൽപ്പിക്കപ്പെട്ടിരുന്നുമില്ല. എന്നിട്ടും അവിടെ 10,000 വോട്ടുകളോളം ഒരു സാധാരണ സ്ഥാനാർത്ഥിക്ക്, ബാലകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു പഞ്ചായത്ത് അംഗത്തിന് ഇത്രയും വോട്ടുകൾ കൂട്ടാൻ പറ്റി. പക്ഷേ സ്വന്തം ശക്തി കേന്ദ്രത്തിൽ ശോഭാ സുരേന്ദ്രൻ 2016 മത്സരിച്ചപ്പോൾ 40,000 വോട്ട് പിടിച്ചതാണ്. ഇപ്പോൾ അതിലും താഴെ പോയി കൃഷ്ണകുമാർ. അതും ഒരു ഉപതെരഞ്ഞെടുപ്പിൽ BJP അതിൻ്റെ സകല വിഭവശേഷിയും ഉപയോഗിച്ചു, ആൾശേഷി ഉപയോഗിച്ചു, RSS അതിൻ്റെ സംഘടനാശേഷി മുഴുവൻ ഉപയോഗിച്ചു. എന്തിനു പറയുന്നു, എത്ര റൗണ്ടാണ് വീട് കയറി ഇറങ്ങിയത്? എന്നിട്ടും 40,000 വോട്ടിൽ ഒതുങ്ങി. മുമ്പ് തന്നെ പലരും പറഞ്ഞതാണ്, ആ 50,000 വോട്ട് ഈ ശ്രീധരൻ മത്സരിച്ചപ്പോൾ കിട്ടിയത് BJPയുടെ സംഘടനാ വോട്ടൊന്നുമല്ല, അതിലൊരു വലിയ പങ്ക് BJP വോട്ടാണെന്ന് അവകാശപ്പെട്ടു. ഇന്നിപ്പോൾ അത് ഈ ശ്രീധരന് കിട്ടിയ വോട്ടാണെന്ന് പറയുന്നു. അതാണ് അവകാശപ്പെടുകയും ചെയ്തു. അതെ, തിരിച്ച് ഞാൻ മിഥുനിലേക്ക് വരാം. പോലെയാണ് മാറുന്നത്.